ഹലോ എവരിവോൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. ഇന്ന് നമുക്ക് റമദാൻക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ വീഡിയോ ആണ്. ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് നേരം വൈകിപ്പോയി. അതെന്താണ് കാരണം എന്ന് വെച്ചാൽ ഇക്കാക്ക് പൈസ കിട്ടാൻ കുറച്ച് നേരം വൈകിട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാനും നേരം വൈകി, വീഡിയോ ചെയ്യാനും നേരം വൈകി. ഞാൻ റമദാൻ മാസത്തിൻ്റെ തലേന്നാണ് സാധനങ്ങളൊക്കെ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുന്നത്. പിന്നെ മൊബൈലിൻ്റെ നെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റീചാർജ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് എല്ലാ മാസവും 1-ാം തീയതി ഇതേപോലെ ഒന്നായിട്ട് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുകയാണ് ചെയ്യുക. എന്നാൽ പിന്നെ ഇടയ്ക്കൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. എന്നിട്ട് ആ സാധനങ്ങൾ വെച്ചിട്ട് ഒരു മാസം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വീടെടുത്ത് കുറേ കാലമായിട്ടുണ്ട്, പക്ഷെ നമുക്ക് വീട് പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വീട്ടിലേക്ക് ഒരുപാട് ഫർണിച്ചർ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ 1-ാം തീയതി മുതലേ ഒരു മാസം മുഴുവനായിട്ട് കിട്ടുന്ന പൈസ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമ്മൾ ഫുഡ് ഐറ്റംസുകളൊക്കെ ഇതേപോലെ ഒരുമിച്ച് വാങ്ങും. ബാക്കിയുള്ള പൈസ നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മളെ വീടിൻ്റെ പണി എന്തെങ്കിലും പൂർത്തീകരിക്കാൻ ആ പൈസ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതെടുത്തിട്ട് വീട് പണി ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് നമ്മളെ ഒരു ജീവിത രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇതേ രീതിയിലാക്കിയതിന് ശേഷം കേട്ടോ നമ്മൾ വീട്ടിലേക്ക് ഓരോ സാധനങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ വീടിൻ്റെ പണികളൊക്കെ കുറച്ചായിട്ടെങ്കിലും തീർക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടത്. അപ്പോൾ ഇതാ റമദാനിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പൈസ കുറവുള്ളത് കാരണം ഞങ്ങൾ 15 ദിവസത്തേക്കുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് പോകാം. തക്കാളി നല്ല പഴുത്ത തക്കാളി ആയിരുന്നു കേട്ടോ. പഴുക്കാത്ത തക്കാളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു 2-3 ദിവസം ഇത് നമ്മൾ ഫ്രിഡ്ജിലാണെങ്കിലും പുറത്ത് വെച്ചാലും ഇത് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോവുക, അതേ രീതിയിലായിട്ടുണ്ട് തക്കാളി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തക്കാളി ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ തീരെ മൂക്കാത്ത തരം വെളുത്തുള്ളിയാണ് കേട്ടോ. തൊലിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതിൻ്റെ മുകൾ ഭാഗത്തുള്ള തൊലി മാത്രം നീക്കിയിട്ട് ബാക്കിയുള്ള തൊലി തൊലിച്ചെടുക്കാതെ അടിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ വിചാരിച്ചു തൊലിയൊന്നും തൊലിക്കാതെ അടിക്കുന്ന എന്താണെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് മുന്നോടിയായിട്ട് തന്നെ പറഞ്ഞത്. സാധാരണ മൂത്ത വെളുത്തുള്ളി ആണെങ്കിൽ ഞാൻ എത്ര നേരം വെച്ചിട്ട് അല്ലെങ്കിൽ തൊലിച്ചിട്ടേ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ മൂക്കാത്ത വെളുത്തുള്ളി ആയതുകൊണ്ടാണ് തൊലിച്ചെടുക്കാത്തത്. പിന്നെ കുറച്ചധികം പുതിനയില വാങ്ങിയിട്ടുണ്ട്. പുതിനയിലയും ചെറുനാരങ്ങയും കൂടി അടിച്ചെടുത്തിട്ട് ഐസ് ക്യൂബുകളാക്കി വെക്കാനുള്ളതാണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ചെറിയുള്ളി വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറികൾ വാങ്ങിയിട്ടുള്ളൂ. സാധാരണ ഞാൻ കൂടുതൽ പച്ചക്കറികളാണ് വാങ്ങാറുള്ളത്. ഇപ്രാവശ്യം നമുക്ക് അത്താഴത്തിനൊന്നും അധികം പച്ചക്കറി ആരും കൂട്ടൂല. അതുകൊണ്ട് തന്നെ പച്ചക്കറി വളരെ കുറച്ചിട്ടുണ്ട്. ഞാനിവിടെ 7 തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ 3 എണ്ണം നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ട് വെക്കാനാണ്. അതുപോലെ തന്നെ 2 എണ്ണം ചെരുകിയിട്ട് വെക്കാനും 2 എണ്ണം നമുക്ക് ഈ കറികളിലേക്കൊക്കെ ആവശ്യത്തിന് മസാല ആക്കിയിട്ട് വെക്കുക. നമ്മൾ വറുത്തിട്ട് മസാല അരച്ചിട്ട് വെക്കുക, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങ ചിരകാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് തന്നെ പണി കിട്ടി. തേങ്ങാൻ്റെ ചിരവ കൈമ തട്ടിയിട്ട് മുറിയൊക്കെ ആയി ബ്ലഡൊക്കെ വന്നിട്ടാ. അപ്പോൾ ഞാൻ പിന്നെ വേറൊരു എളുപ്പപ്പണി എടുത്താണ്. ഇതേ രീതിയിൽ പൊട്ടിച്ച് വെച്ചതിന് ശേഷം രണ്ടും കൂടി അടർന്നു പോകാത്ത രീതിയിൽ പൊട്ടിച്ചിട്ട് ആ വെള്ളം മാത്രം ഒഴിവാക്കുക. അതിനുശേഷം കുക്കറിലിട്ടിട്ട് 1-2 വിസിൽ അടുപ്പിച്ചിട്ടോ. അതിനുശേഷം ഒന്നുകൂടെ കത്തി ഉപയോഗിച്ചിട്ട് അടർത്തിയെടുത്താൽ പെട്ടെന്ന് തന്നെ പോരും. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാൽ അടിക്കാൻ അല്ലെങ്കിൽ അത്താഴത്തിന് നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചമ്മന്തി ആക്കിയിട്ട് അരച്ചിട്ട് ഇടാനൊക്കെ എടുത്ത് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ തേങ്ങാക്കറി ഒട്ടും തന്നെ ആരും കൂട്ടൂല കേട്ടോ. ആർക്കും വലിയ ഇഷ്ടമല്ല തേങ്ങാക്കറി. എല്ലാവർക്കും തക്കാളി കറി മുളക് കറിയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ 2 തേങ്ങയായിരുന്നു വറുത്ത് പൊടിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചത്. അത് പ്ലാൻ മാറ്റിയിട്ട് 1 തേങ്ങയാക്കി. ഇനി തേങ്ങ വറുക്കുന്നതിലേക്ക് 1 തേങ്ങ മുഴുവനായിട്ടും ചിരകിയെടുത്തിട്ടുണ്ട്. 4 തണ്ട് കറിവേപ്പില, 1 പിടി ചെറിയ ഉള്ളി, 2 വലിയ ടീസ്പൂണ് പെരുംജീരകം, അതായത് വലിയ ജീരകമാണ്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടി വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചു, മറന്നുപോയി വെളുത്തുള്ളി എടുത്ത് വെക്കാൻ. അപ്പോൾ ഇനി കറി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം ചൂടാറാനായിട്ട് വെച്ചു. ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു കുപ്പിയിലാക്കിയിട്ട് വെക്കാം. അധികം വറുത്താൽ ആ കറുപ്പ് കളർ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം വറുക്കാനായിട്ട് നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത്. പുറത്ത് വെച്ചാൽ എന്തായാലും കേടുവരും. ഇനി അടുത്തത് ഗരം മസാല ഉണ്ടാക്കിയിട്ടെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് ജാതിപത്രി, തക്കോലം, ജാതിക്കയുടെ കുരു, മല്ലി, കറുകപ്പട്ട, അതിൻ്റെ ഇല, പിന്നെ ഏലക്ക എടുത്തിട്ടുണ്ട്, പെരുംജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രാമ്പും കൂടി എടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായത് കാരണം ഞാൻ കടയിൽ നിന്നും വാങ്ങിയിട്ടില്ല. എല്ലാം കൂടി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും വെള്ളമയം ഇല്ലാത്ത മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. ഞാൻ 2 പ്രാവശ്യമാക്കിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നല്ലപോലെ തന്നെ ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കണം. കൈ വെച്ചിട്ടാണെങ്കിൽ കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നല്ലൊരു കുപ്പിയിലാക്കിയിട്ട് വെക്കുക കേട്ടോ. എൻ്റെ കുപ്പിയുടെ കോലം കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട, കുറേ പഴക്കം ചെന്ന കുപ്പിയാണ്. നല്ല കഴുകിയിട്ട് ഉണക്കി തുടച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പുറത്ത് വെച്ചാലും കുറേ നാൾ കേടുകൂടാതെ നിന്നോളും. ഇതാ നല്ലപോലെ പഴുത്തിട്ടുള്ള തക്കാളി കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചിട്ടെടുക്കുക. ഒരു 2-3 വിസിലടിച്ചോട്ടെ, ഒരു പ്രശ്നവുമില്ല. ഇത്രയും കൂടുതൽ വേവുന്നോ അത്രയും നല്ലതാണ്. എന്നിട്ട് അത് നല്ലപോലെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. ഞാനിവിടെ അരിച്ചൊന്നും എടുത്തിട്ടില്ല. നമ്മൾ തക്കാളി തോലൊടുക്കെ തന്നെയാണ് നമ്മൾ വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഇനി സെപ്പറേറ്റ് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് വെള്ളം വറ്റിച്ചിട്ടെടുക്കണം. കുറഞ്ഞ രീതിയിലൊരു കുഴമ്പ് രൂപത്തിലായി കിട്ടണം. ഇത് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ. നമുക്കാണെങ്കിൽ തീ കൂട്ടി കൊടുക്കാനും പറ്റൂല. ചെറിയ തീയിലിട്ടിട്ട് തന്നെ വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഗ്യാസ് ഒരുപാടാവും എന്ന് വിചാരിച്ചിട്ട് പുറത്ത് തീ കൂട്ടിയിട്ടാണ് കേട്ടോ അത് വേവിച്ചിട്ടെടുത്തിട്ടുള്ളത്. ഇതിലേക്കൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് പോലും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. തക്കാളി മാത്രമേ ഉള്ളൂ. തക്കാളി മാത്രം വേവിച്ച് വറ്റിച്ചെടുത്താണ്. ഇതാവുമ്പോൾ ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ നിന്നോളും, ചീഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിത് ചെറിയൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. തൊലിയൊക്കെ വേറെ കളറായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാനും പറ്റും. അതുപോലെ തന്നെ കൂടുതൽ ചെറുനാരങ്ങയുടെ നീരും കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും, മുറിക്കുന്ന സമയത്ത് ചെറുനാരങ്ങയുടെ നീര് നമ്മൾ പിഴാതെ തന്നെ ഒലിച്ചിറങ്ങുന്നത്. ഭയങ്കര ഒരു ഉറപ്പുള്ള ചെറുനാരങ്ങയായിരുന്നു. അതുപോലെ തന്നെ കൂടുതൽ ചെറുനാരങ്ങ പച്ചയായിരുന്നു കേട്ടോ. ചൂടുള്ളതിൽ ഇട്ടത് കാരണം നല്ലപോലെ പിഴിയാനും പറ്റി, നല്ല പോലെ തന്നെ നീരും കിട്ടി. പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ തോട് കണ്ടാൽ തന്നെ അറിയാം അതിൽ ഇനി ഒട്ടും നീരില്ല. അപ്പൊ ഇനി ചെറുനാരങ്ങ പിഴിയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഈ ട്രിക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഇത് നമ്മളെ നോമ്പ് തുറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കൂലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ചെറുനാരങ്ങയുടെ നീര് കുരുവൊക്കെ കളഞ്ഞിട്ട് അരിച്ചിട്ടെടുക്കുക. ഇനി പുതിനയില നല്ല പോലെ കഴുകിയിട്ട് അതിന്റെ ഇലഭാഗം മാത്രം, തണ്ടുഭാഗം കുറെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇലഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ തണ്ടും പെട്ടിട്ടുണ്ട്. ഈ ചെറുനാരങ്ങയുടെ നീരും പുതിനയിലും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ അരച്ചിട്ടെടുക്കുക. ഞാൻ വെള്ളമൊന്നും വേറെ ചേർത്ത് കൊടുത്തിട്ടില്ല. അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പുതിനയില നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ടൊരു പ്രശ്നവുമില്ല. എന്നിട്ട് ഞാനത് ചെറിയ ചെറിയ ഐസ് ക്യൂബിലുള്ള ഐസ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രീസറിൽ വെച്ച് ഐസ് ക്യൂബുകളാക്കുക. ഐസ് ക്യൂബ് ആയതിനു ശേഷം വേണമെന്നുണ്ടെങ്കിൽ സിബ്ലോ കവറിലേക്ക് മാറ്റി കൊടുക്കുക. ഫ്രീസറിൽ സ്ഥലപരിമിതി ഉള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് 2-3 അല്ലെങ്കിൽ 4 ഐസ് ക്യൂബ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. പഞ്ചസാരയും വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങോട്ട് കറക്കിയിട്ടെടുത്താൽ നല്ല അടിപൊളി നാരങ്ങ വെള്ളം റെഡിയാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ 1ാമത്തെ നോമ്പിനും 2ാമത്തെ നോമ്പിനും ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട്. ചെറുനാരങ്ങ അങ്ങനെ പിഴിഞ്ഞ് വെക്കുന്നതുകൊണ്ട് കയ്പ്പ് രസം ഒന്നും തന്നെ ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഉണ്ടാക്കി നോക്കിക്കോളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ 2 നോമ്പിന് ഞങ്ങൾ ഉണ്ടാക്കി കുടിച്ചതാണ്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് അടക്കാം. വെളുത്തുള്ളി ഇതേ രീതിയിൽ തൊലിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ഞാൻ ചെറുനാരങ്ങയും പുതിനയും അടിച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റും കൂടി ഉണ്ടായിക്കോട്ടെ, ഞാൻ കഴുകാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ കൂട്ടാണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ചിക്കൻക്കും ബീഫും എല്ലാത്തേക്കും ഇടാനായിട്ട് പറ്റും. ഇഞ്ചി, വെളുത്തുള്ളി, പുതിനയില, മല്ലിയില, 4 ഏലക്ക, ഒരു പച്ചമുളക്. ഇവിടെ മുളക് തീരെ പറ്റൂല, അതുകൊണ്ടാണ് ഒരു പച്ചമുളക് ആക്കിയത്. എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. അപ്പോൾ അതെല്ലാം കൂടി അടിച്ചെടുത്തിട്ട് ഞാനിതാ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ ബോക്സിൽ കൊള്ളാത്തത് ഞാനിതാ 2ാമത്തെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് പച്ചമുളക് നെട്ടൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി തുടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നനവുണ്ടായാൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. ഇനി ഇതാ കുറച്ച് ക്യാരറ്റ് പിഴിഞ്ഞെടുത്തിട്ട് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജ്യൂസ് ആക്കിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറുമയൊക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് ഉരുളക്കിഴങ്ങ്. സമൂസ ഉണ്ടാക്കാനും കട്ട്ലറ്റ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങാണ്. അതും ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വലിയുള്ളി ഞാൻ എല്ലാ പ്രാവശ്യവും ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് വെക്കുക. ഒരു കമൻറ്റ് കണ്ടായിരുന്നു, വലിയുള്ളി ഇങ്ങനെ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ വിഷമാകുന്നു. അപ്പോൾ പേടിച്ചിട്ട് ഞാൻ, ഇനിയിപ്പോൾ സത്യമാണോ നുണയാണെന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾക്കാർക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വലിയുള്ളി പ്രാവശ്യം അരിഞ്ഞ് വെക്കുന്നില്ല. തൊലിയൊക്കെ കളഞ്ഞിട്ട് 2 കവറിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കാബേജും കവറിലാക്കിയിട്ട് തന്നെ വെക്കുന്നുണ്ട്. അരിഞ്ഞ് വെച്ചാൽ നമുക്ക് അത്താഴത്തിനൊക്കെ കുറച്ച് എല്ലാവരും കൂട്ടുള്ളൂ. അപ്പോൾ അരിഞ്ഞ് വെച്ചാൽ നമുക്ക് മുതലാവില്ല കേട്ടോ. കുറേ ദിവസമൊന്നും ഫ്രിഡ്ജിൽ വെക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനേക്കാളും നല്ലത് ഇങ്ങനെ കവറിൽ കെട്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഒരു കോളിഫ്ലവർ ഉണ്ടായിരുന്നു, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് പിന്നെ പെട്ടെന്ന് തീരും. പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും കൂടി ചെറുതാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഒരു ബീട്രൂട്ട്, അതുപോലെ തന്നെ കുറച്ച് ഉരുളൻകിഴങ്ങ്, സാലഡ്, കക്കറി, ഇതെല്ലാം കൂടി ഞാൻ കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചെറിയുള്ളി തൊലി കളഞ്ഞതും കൂടി ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സമൂസക്കും കട്ട്ലറ്റിനും വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കിട്ടിയ ചിക്കന് ചണ്ടിക്കോഴി ആയിപ്പോയി. വേവിച്ച് വെച്ചു, പക്ഷേ എത്ര ആയിട്ടും അതിൽ നിന്ന് എല്ലും ഇറച്ചും കൂടി വേർപെട്ട് വരുന്നേ ഇല്ല കേട്ടോ. ഭയങ്കര പണി എടുക്കാൻ. അപ്പോൾ ഞാനതിന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ വേവിച്ച് വെക്കാന്നുണ്ടെങ്കിൽ സമൂസയും കട്ട്ലറ്റൊക്കെ അപ്പോൾ നമുക്ക്
അപ്പം പിടിച്ച് ചിക്കൻ വേവിക്കുക, പിന്നെ ചൂടാറാനായിട്ട് വെക്കുക, പിന്നെ അത് ചിക്കിയിട്ടെടുക്കുക. അപ്പോൾ ഒരു പണിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ വേവിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിരിക്കും. പക്ഷേ എൻ്റെ ശ്രമം പാളിപ്പോയി. പക്ഷേ എനിക്ക് കിട്ടിയ കോഴി എന്ന് പറഞ്ഞാൽ ചണ്ടിക്കോഴി ആയിപ്പോയി കേട്ടോ. ഇതാ നല്ല ജ്യൂസ് മുന്തിരി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം പുളിയുണ്ട്, മധുരമുണ്ട്. പുളിയാണ് കേട്ടോ കൂടുതൽ. അപ്പം നല്ലപോലെ കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ടെടുക്കുക. 2-3 വിസിലെടുക്കുക, അടിച്ചോട്ടെ. വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ വിസിലടിക്കുന്ന സമയത്ത് കളർ വെള്ളം പുറത്തേക്ക് വന്നിട്ട് ആകെ വൃത്തികേടാവട്ടോ അടുക്കള. മുന്തിരി നല്ലപോലെ വേഗണമെന്നുണ്ടെങ്കിൽ ജ്യൂസിന് നല്ല കൊഴുപ്പും കട്ടിയൊക്കെ ഉണ്ടാവും. ഞാനിതാ മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ 1-2 ദിവസത്തിനൊക്കെ ജ്യൂസ് കടിക്കാനായിട്ടുണ്ടാവും കേട്ടോ. ഇത് ജ്യൂസ് ആക്കി എടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിച്ചെടുത്താൽ മതി. വീട്ടിൽ തേങ്ങ ഇട്ട സമയത്ത് 5-8 ഇളനീര് ഇടിയിച്ചിട്ടുണ്ടായിരുന്നേ. ബാക്കി വന്ന ഇളനീര് നമ്മൾ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഇളനീരും വെള്ളം കൂടി ഫ്രീസാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ ഫ്രീസറിൽ നിന്നും എടുത്തിട്ട് താഴത്തേക്ക് മാറ്റി വെക്കും. അങ്ങനെ ആകുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ കുറച്ച് വെള്ളമായി കിട്ടും. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുക്കാൻ വളരെ സുഖമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പ്രിപ്പറേഷൻ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു. പിന്നെ റമദാനിലെ 3-ാമത്തെ ദിവസമാണ് കേട്ടോ. 3-ാമത്തെ നോമ്പിൻ്റെ അന്നാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ശബ്ദം കൊടുക്കുന്നത്. ഇക്കാക്ക് പൈസ കിട്ടാൻ നേരം വൈകിയതുകൊണ്ടാണ് ഫോൺ റീചാർജ് ചെയ്യാനും സാധനം വാങ്ങാനൊക്കെ നേരം വൈകിയത് കേട്ടോ. മുന്തിരി ജ്യൂസും ഇളനീര് വെട്ടി വെക്കലും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ റമദാനിൻ്റെ തലേ ദിവസം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടെടുത്തുള്ളതാണ്. പിന്നെ എനിക്കിത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയത് എൻ്റെ മോനും എൻ്റെ ഇക്കൊക്കെ നല്ലപോലെ ഹെൽപ്പ് ആക്കിയിട്ടുണ്ട് തന്നെ. ഇതാണ് എൻ്റെ കുഞ്ഞ് ഫ്രിഡ്ജ്, സിംഗിൾ ഡോർ ഫ്രിഡ്ജാണ്. ഇതിൻ്റെ അടിയിൽ വെജിറ്റബിൾ ബാസ്ക്കറ്റ് ഉണ്ട്. അതിലാണ് ഞാൻ കവറിൽ കെട്ടി വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള തട്ടിലൊക്കെ ബോക്സിലാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ മറക്കാതെ ഈ വീഡിയോക്ക് ലൈക്കും കൊടുക്കണേ. പിന്നെ നിങ്ങൾ ആരെങ്കിലും റമദാൻ്റെ മുന്നോടിയായിട്ട് ഇങ്ങനെ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല വ്യത്യസ്തമായിട്ടുള്ള പുതിയ അറിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ടും പറ്റുമല്ലോ. കുറച്ച് നേരം വൈകി വന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.